പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആകാശം മുട്ടെ കൊതി തീരും വരെ പറക്കുന്നത് സ്വപ്നം കാണാത്ത ആരെങ്കിലും ഉണ്ടാവോ? ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന്റെ സന്തോഷത്തിലാണ് ഇടുക്കി കൊന്നത്തടി സ്വദേശിയായ ലീല ജോസ്. 70-ാം വയസ്സിലാണ് ലീലയുടെ ഈ സാഹസിക സ്കൈ ഡൈവിംഗ്. ലീലയുടെ ആ സ്കൈ ഡൈവിംഗ് വിശേഷങ്ങളിലേക്കാണ് ഇനി ഹലോ മലയാളം. സ്കൈ ഡൈവിംഗ് നടത്താൻ ചങ്കൂറ്റമുള്ളവർ ഒരുപക്ഷെ വളരെ ചുരുക്കമായിരിക്കും. 13,000 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടിയ ഒരു 70-കാരിയെ നമുക്ക് പരിചയപ്പെടാം. അതും ഇവിടെയല്ല, ദുബായ് പാം ജുമറയിൽ. ലീല ജോസ് ഭയങ്കര പരിപാടിയായി. ആഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു നിങ്ങളൊക്കെ പറഞ്ഞപ്പോഴത് ഭയങ്കരമാണെന്ന് തോന്നുന്നത്. അതൊരു ചെറിയൊരു ആഗ്രഹമായിരുന്നു. അത് 2 വർഷമായി എനിക്കിങ്ങനെ ഒരു ആഗ്രഹം. ഇങ്ങനെ പറക്കുന്ന വിമാനത്തിൽ നിന്ന് ചാടുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വിമാനത്തിൽ നിന്ന് ചാടി ഇങ്ങനെ പറന്ന് പോരുന്ന ആ ഒരു രംഗമൊക്കെ എൻ്റെ മനസ്സിലങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഇങ്ങനെ ഓരോ ഭാവനയിലിടുമല്ലോ നമ്മൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മകൻ്റെ അടുത്ത് പോകുന്നത്. അമ്മച്ചി ആഗ്രഹം ഉള്ളതുകൊണ്ട് അത് പറഞ്ഞത്, അല്ലെങ്കിൽ മിണ്ടില്ല. അപ്പോൾ അത് ചാടാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് പറഞ്ഞു. അന്നേരം മകൻ എന്നോട് ചോദിച്ചു, ശരിക്കും ചാടാൻ തന്നെയാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ ചാടിച്ചാൽ ഞാൻ ചാടുമെന്ന് പറഞ്ഞു. അവനങ്ങനെ അവിടെ ഇരുന്നപ്പോൾ തന്നെ അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ട് അവരൊരു 3 മണിക്കൂർ കഴിഞ്ഞപ്പം അവരവിടുന്ന് റിപ്ലൈ വന്നു, നാളെ 10 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുറേ ഇൻ്റർവ്യൂവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്രയും നേരം ആ ഓഫീസിലുള്ള ആൾക്കാരൊക്കെ ഓർത്തുകൊണ്ടിരുന്നത് ബാലുവാണ് ചാടുന്നതെന്നാണ്. ഞാൻ ചാടുമെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല. കൂടെ വന്നതെന്നാണ് വിചാരിച്ചു. അവർ പാസ്പോർട്ട് കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ അമ്മച്ചി ഓഫീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വണ്ടി വരും. ആ വണ്ടിയിൽ നമ്മളെ കയറ്റിക്കൊണ്ട് പോകും. ആ വണ്ടിയിലേക്ക് കയറ്റാൻ നേരത്തും ചോദിച്ചു ഓക്കെ ആണോ എന്ന്. ഞാൻ അന്നേരം ഓക്കെ എന്ന് പറയും. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 15 പേർക്ക് ഇരിക്കാവുന്ന കുഞ്ഞു ഫ്ലൈറ്റാണ്. ഉയരം കുറവാണ്, ചെറിയ ഡോറും. അപ്പോൾ ആ ഫ്ലൈറ്റിൽ നമ്മൾ പോയി അവിടെ ഫ്ലൈറ്റിൽ കയറാൻ ആ നേരത്തും ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെയാണ്. 4 പേര് ചാടി. 5-ാമത്തെ ഞാൻ ചാടാനായിട്ട് വന്നപ്പോൾ ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ താഴെ ആകാശം, മുകളിലും ആകാശം, ഒന്നും കാണത്തില്ല. ഈ ചാടിയ പിള്ളേരെയും കണ്ടില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഉള്ളിൽ ചാടിപ്പോയ പിള്ളേരെ പിന്നെ കാണുമില്ലല്ലോ എന്നോർത്തു. അപ്പോൾ അവരൊരു സിഗ്നൽ തരുന്ന ഒന്ന് മൂളുള്ളൂ. 2ാമത് അവർ മൂളിപ്പോഴത്തേനും എടുത്തങ്ങ് ചാടി കഴിഞ്ഞപ്പോൾ ഒരിടത്തും പിടുത്തമില്ലല്ലോ. ആ ഒരവസ്ഥ, ഈ 6000 അടി താഴെ വരുന്ന ആ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മുകളിൽ നിന്ന് ചാടി ഒന്നും കാണാനില്ല. 6000 അടി താഴ്ചയിലേക്ക് വരുമ്പോൾ കുറേയൊക്കെ കാണാം. അങ്ങനെ ഇത്രയും കൃത്യമായിട്ട് കാണത്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ 6000 അടി വന്നൊരു പാരച്ചൂട്ടയിൽ നിൽക്കുമ്പം ഇങ്ങനെ നമുക്ക് ഈ മറ്റ് പിള്ളേർ പാരച്ചൂട്ടയിൽ ഇറങ്ങി പോകുന്ന നമ്മൾ കാണുക. അപ്പോൾ ഞാനിങ്ങനെ പാരച്ചൂട്ടയിൽ നിൽക്കുക. ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പിള്ളേർ 4 പേരും പോയി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നിന്നപ്പോൾ ഞാൻ ഓർത്തു ഈ പാരച്ചൂട്ടിന് എന്തോ സംഭവിച്ചു, എന്നെ ഇറക്കുന്നില്ല. അന്നേരം ചെറിയൊരു ഇത് വന്നു. അപ്പോൾ ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ ചാടി കഴിഞ്ഞിട്ട് പിന്നെ നീന്തി നമ്മൾ കയറാന്നുള്ള കേരളം നടക്കില്ല. എന്നാലും അങ്ങനെ. ഇനി എന്താ ചേച്ചിയുടെ അടുത്ത ആഗ്രഹം എന്താ? അടുത്ത ആഗ്രഹം വേറെ പലതും ഉണ്ട്. അത് പറയില്ല. അല്ല, അത് പിന്നെ പറയാൻ ഇതുപോലെ അവസരം കിട്ടിയാൽ ചെയ്യൂ. അപ്പം ഇത് ഗിന്നസ് ബുക്കിൽ കയറണമെന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ മതിയെങ്കിൽ ഇനി ചാടണ്ട, അല്ലെങ്കിൽ ഇനി അവർ അതിൽ ഉയരത്തിൽ നിന്ന് ചാടി കാണിക്കണമെന്ന് പറഞ്ഞാൽ തയ്യാറായിട്ടിരിക്കുക. ഒരു വയസ്സ് കൂടിയാലും ഓക്കെയാ. അതിന് 1 വയസ്സ് കൂടിയാലും ഓക്കെയാ. ഇതെൻ്റെ ഒരു വലിയൊരു ആകാശ സ്വപ്നമായിരുന്നു. അതങ്ങ് അതാ എൻ്റെ ആഗ്രഹമുള്ളൂ. പക്ഷേ ഇതിങ്ങനെ വൈറലാവുന്നൊന്നും മനസ്സിൽ ചിന്തിച്ചതല്ല. ലീല ജോസ് എത്ര കൂളാണ്. അതിർവരമ്പുകളില്ല ആഗ്രഹങ്ങൾക്ക് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് അവർ നടത്തിയ ഈ സ്കൈ ഡൈവ് എന്ന് പറയുന്നത്. കൂടുതൽ ഉയരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ സ്വപ്നങ്ങൾ താണ്ടാൻ ഇപ്പോഴും തയ്യാറാണ് ലീല ജോസ്. സനൽ ഇളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.